ശോഭ മാഡം ഒരു റിട്ടയർഡ് ടീച്ചറാണ്. അവര് റിട്ടയർ ആയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ അതിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് ഈ ജീവിതം ബോറടിക്കുന്നു. എടാ മയാങ് മോനെ, നീ എനിക്കായി ഒരു കാര്യം ചെയ്. നീ എനിക്ക് എന്തെങ്കിലും ജോലി തേടിത്താ. ഈ വയസ്സിൽ നിങ്ങൾ എന്ത് അമ്മേ ജോലി ചെയ്യുന്നത്? നിങ്ങൾ വീട്ടിലിരുന്നിട്ട് റെസ്റ്റ് എടുക്കുക അമ്മേ. ജോലിക്ക് പോവാൻ ഞാനുണ്ടല്ലോ. നീ ഇരിക്കുന്നു, പക്ഷേ എത്ര നേരമാ ഞാൻ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുക? എനിക്ക് ബോറടിക്കുന്നു. മുൻപേ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നു, അപ്പോൾ എനിക്ക് നന്നായിരുന്നു. ഇപ്പോൾ വീട്ടിലിരിക്കുന്നത് എനിക്ക് ബോറടിക്കുന്നു. നിങ്ങൾ മധുവിനോട് സംസാരിക്കൂ, അവളുടെ കൂടെ നിങ്ങൾ നേരം ചെലവ് ചെയ്യൂ. പിന്നെ ഒരു വലിയ കാര്യമ്മേ, നിങ്ങളെ പോലെ തന്നെ മധുവിനും ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കൂ അമ്മേ. അവൾ അല്ലെങ്കിൽ തന്നെ ആഹാരം നന്നായിട്ടല്ലേ ഉണ്ടാക്കുന്നത് മോനെ. അതെ, പക്ഷെ നിങ്ങളുടെ കൈരുചി പോലെ ഇല്ലല്ലോ. നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കുന്ന സാമ്പാറും പിന്നെ കുഴൽപ്പൊരിയും പറയാനുള്ള വാക്കുകളേ ഇല്ല അമ്മേ. ഒരുപാട് ദിവസമായല്ലോ മോനെ ഞാൻ കുഴൽപ്പൊരി ചെയ്തിട്ട്. ഇന്ന് ചെയ്തു തരാം. ഇത് തന്നെയാണ് ഞാനും നോക്കിയത്. മയൻ ആ കുറെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തത് കൊണ്ട് അമ്മയ്ക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മ വന്നു. ചെറുപ്പത്തിൽ മയങ്കിന് കുഴൽപ്പൊരി വെച്ചാൽ വല്ലാതെ ഇഷ്ടമായിരുന്നു. അവന്റെ ചെറുപ്പത്തിലെ എല്ലാ വിരലിലും കുഴൽപ്പൊരി വെച്ചിട്ട് അവൻ കഴിച്ചുകൊണ്ടിരിക്കും. ശോഭ നേരെ തന്നെ കിച്ചണിൽ പോയിട്ട് അവർ കുഴൽപ്പൊരി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങി. അപ്പോഴാണ് മധുവും അവിടെ വന്നത്. അമ്മേ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ അമ്മേ? വേണ്ട മോളെ, നിങ്ങൾ ഇവിടെ കിച്ചണിൽ എന്തു ചെയ്യുകയാ? കുഴൽപ്പൊരി ഉണ്ടാക്കുകയാ. കുഴൽപ്പൊരിയാ എന്ന് വെച്ചാൽ എന്താ? എന്ത്, നിനക്ക് കുഴൽപ്പൊരി അറിയില്ലാന്നോ? ഹാ, ഇന്ന് ഞാൻ ചെയ്തു തരാം, നീ കഴിച്ചു നോക്ക്. ഞാൻ നിങ്ങളെ എന്തെങ്കിലും സഹായിക്കട്ടെ? ശരി ശരി, ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ പോയി കൊണ്ടുവാ. പിന്നെ മധു ശോഭയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാൻ തുടങ്ങി. ശോഭ വളരെ സന്തോഷത്തോടെ കുഴൽപ്പൊരി ചെയ്യാൻ തുടങ്ങി. കുറച്ചു നേരത്തിൽ തന്നെ ശോഭ കടായും വെച്ചിട്ട് കുഴൽപ്പൊരിയും ഉണ്ടാക്കാൻ തുടങ്ങി. വാവ്, ഇത് വളരെ വലുതായിട്ടുണ്ടല്ലോ. അതെ, പിന്നെ ഇത് നല്ല ക്രിസ്പിയുമാണ്. കഴിച്ചു നോക്ക്. മധു വളരെ ചൂടുള്ള ഒരു കുഴൽപ്പൊരി കഴിച്ചു. വാവ്, വളരെ നന്നായിട്ടുണ്ട്. പിന്നീട് കഴിക്കാം മോളെ. ആദ്യം എല്ലാം എണ്ണയിൽ നിന്ന് എടുക്ക, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. ശരി അമ്മേ. മധു എല്ലാ കുഴൽപ്പൊരിയും എടുത്തു. മധുവിന് ഈ കാര്യങ്ങളൊക്കെ പുതിയതായിരുന്നു. പക്ഷേ ശോഭയ്ക്ക് ഇത് പല കൊല്ലങ്ങളായിട്ട് ചെയ്യാൻ അറിയാം. രാത്രി മയങ്ക് വീട്ടിൽ വന്നപ്പോൾ അവൻ ടേബിൾ കണ്ട കുഴൽപ്പൊരി കണ്ടിട്ട് വല്ലാതെ സന്തോഷപ്പെട്ടു. കുഴൽപ്പൊരിയോ? വരൂ, ഇത് കഴിച്ചു നോക്കൂ. മയങ്ക് പല വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കുഴൽപ്പൊരി കഴിക്കുന്നത്. അത്ഭുതം അമ്മേ, അത്ഭുതം. നിങ്ങൾ എന്റെ ചെറുപ്പം കാലം ഓർമ്മിപ്പിക്കുന്നു. എനിക്കും നിന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു മോനെ. ഓർമ്മയുണ്ടോ, നീ നിന്റെ വിരലുകളിലൊക്കെ ഈ പൊരി ഇട്ടുകൊണ്ട് നടക്കും. അയ്യോ അമ്മേ, എന്റെ വിരലൊക്കെ തടിച്ചു വെച്ചു. കണ്ടില്ലേ, ഈ വിരലൊന്നും പോകുന്നില്ല. മധുവും ആ കുഴൽപ്പൊരി കണ്ടിട്ട് ചിരിച്ചോണ്ട് തന്നെ ഇരുന്നു. ഒരു സാധാരണ കുഴൽപ്പൊരി കൊണ്ടാണ് മയങ്ങിന്റെ ചെറുപ്പം കാലം ഓർമ്മിക്ക് വന്നത്. അന്ന് രാത്രി ശോഭ വളരെ സന്തോഷത്തിലായിരുന്നു. കുഴൽപ്പൊരി കാണാൻ വളരെ സാധാരണമായതാണ്, പക്ഷെ എത്ര ഓർമ്മകളാണ് അതിൽ മറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴൊക്കെ ഈ പൊരി എവിടെയും കാണാൻ കിട്ടുന്നില്ല. പക്ഷെ ഒരു സമയത്ത് എല്ലാരും ആഹാരം കഴിക്കാൻ ഈ കുഴൽപ്പൊരിയാണ് കൂടെ കൂട്ടുന്നത്. ആ ദിവസങ്ങളൊക്കെ തിരിച്ചു വന്നാൽ എങ്ങനെയിരിക്കും? ശോഭ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് അവർക്ക് ഒരു ഐഡിയ വന്നത്. എന്തുകൊണ്ട് നമ്മൾ ഈ കുഴൽപ്പൊരി ചെയ്ത് വിറ്റുകൂടാ? അതുകൊണ്ട് എന്റെ മനസ്സിന് തൃപ്തിയും കിട്ടും, പിന്നെ ഇക്കാലത്തെ കുട്ടികൾക്ക് കുഴൽപ്പൊരി ചെയ്തു കൊടുത്തതിന്റെ തൃപ്തിയും കിട്ടും. അടുത്ത ദിവസം രാവിലെ ശോഭ മയങ്ങും മധുവിനടുത്ത് ഈ ഐഡിയ കാര്യങ്ങൾ പറഞ്ഞു. അമ്മേ, നിങ്ങൾ ജോലി ചെയ്യുന്നത് എനിക്ക് അത്ര ശരിയില്ലെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് വേണ്ട? അമ്മയ്ക്ക് അത് ഇഷ്ടമാണെങ്കിൽ അമ്മ അത് ചെയ്യട്ടെന്നെ. അമ്മയ്ക്ക് കുഴൽപ്പൊരി ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അമ്മേ, റോട്ടിൽ കുഴൽപ്പൊരി വെക്കുന്നത് എനിക്ക് ഇഷ്ടായില്ല അമ്മേ. എങ്കിൽ നമ്മൾ റോഡിന് പകരം ഒരു കുഴൽപ്പൊരി കട ഓപ്പൺ ചെയ്യാം. ഇല്ല, മനസ്സിലായില്ല. അവിടെ ഫ്രൈ, ചിപ്സ്, നാച്ചോസ് എല്ലാം വിൽക്കുമ്പോൾ എന്തുകൊണ്ട് കുഴൽപ്പൊരി വിറ്റുകൂടാ? നല്ല ഐഡിയ മോളെ. പക്ഷെ ഇത് വാങ്ങാൻ ആരാണ്? തീർച്ചയായും എല്ലാരും വാങ്ങും, അത് നല്ല രുചിയാണ്. എനിക്ക് ഇപ്പോഴും നിന്റെ ഐഡിയയിൽ ഒരു ഡൗട്ട് ഉണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ മോനെ. ശരി, നിങ്ങൾ എന്തായാലും പ്ലാൻ ഫിക്സ് ചെയ്തല്ലോ. ഇതിനു ശേഷം ഞാൻ എന്ത് പറയാന്? ശോഭയും മധുവും കോളേജിനടുത്ത് ഒരു ചെറിയ കട വാടകയ്ക്ക് എടുത്തു. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ എല്ലാം കഴിക്കുന്ന സാധനങ്ങളും അവർ വെച്ചിരുന്നു. രണ്ടുപേരും ചേർന്നിട്ട് ആ കടയിൽ കുഴൽപ്പൊരി വിൽക്കാൻ തുടങ്ങി. ഇതെന്താ? കുഴൽപ്പൊരിയാ? കുഴൽപ്പൊരിയോ? നല്ല രുചിയായിരിക്കും മോളെ, കഴിച്ചു നോക്കുന്നോ? വേണ്ട വേണ്ട, ഇറ്റ്സ് ഓക്കെ. കുറെ യങ്സ്റ്റേഴ്സ് അവരുടെ കടയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ആരും കുഴൽപ്പൊരി വാങ്ങാതെ തിരിച്ചുപോയി. അന്നത്തെ ദിവസം അവർ ഒരു കുഴൽപ്പൊരി പോലും വിറ്റില്ലായിരുന്നു.
മധു, നമ്മെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ? അതെ അമ്മേ, ഇപ്പൊ ഉള്ള യങ്സ്റ്റേഴ്സിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, തീർച്ചയായും അവർക്ക് ഇഷ്ടമാകും. ഹോപ്പ് സോ. ഇന്നും കുറച്ച് ദിവസം കടന്നുപോയി, പക്ഷേ ആരും കുഴൽപ്പൊരി ട്രൈ ചെയ്തില്ലായിരുന്നു. ആ നേരത്തിൽ ശോഭ നിരാശപ്പെട്ടു. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അമ്മ നല്ല ടെൻഷനില്ല. അപ്പോഴാണ് മധു അവളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കണ്ടത്. അവൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവളുടെ ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വലിയ സെലിബ്രിറ്റി ആയിരുന്നു. ഐഡിയ കിട്ടിപ്പോയി. പിന്നെ അവൾ ഇൻസ്റ്റാഗ്രാമിൽ അവളുടെ ഫ്രണ്ടിനെ അവൾ ഇൻവൈറ്റ് ചെയ്തു. അവരുള്ള ആ കുഴൽപ്പൊരി അഡ്രസ്സും അയച്ചു കൊടുത്തു. വൈകുന്നേരം അവളുടെ ഫ്രണ്ടും ആ കടയിലേക്ക് വന്നു. അമ്മേ, ഇതെന്റെ കൂട്ടുകാരി നിധിയാണ്. ഇവൾ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ്. ഇവൾ നമ്മുടെ കുഴൽപ്പൊരി പാർലർ പ്രൊമോട്ട് ചെയ്യും അമ്മേ, അവളുടെ സോഷ്യൽ മീഡിയയിൽ. ആന്റി, ഞാൻ ചെറിയ പ്രായം മുതൽ കുഴൽപ്പൊരി കഴിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഗ്രാമത്തിൽ. സിറ്റിയിൽ കുഴൽപ്പൊരി കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ശോഭ വളരെ സന്തോഷത്തോടെ അവൾക്ക് കുഴൽപ്പൊരി പ്ലേറ്റും കൊടുത്തു. പിന്നെ നിധി വീഡിയോ എടുക്കാനും തുടങ്ങി. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കുഴൽപ്പൊരി. ഇതൊരു ഇന്ത്യൻ സ്നാക്സ് ആണ്. നമുക്കെല്ലാവർക്കും ഈ സ്നാക്സ് ചെയ്തു തരുന്നത് ശോഭ ആന്റി. വൗ, ദിസ് ഈസ് awesome, tasty. വരൂ, കഴിച്ചു നോക്കൂ നമ്മുടെ ഇന്ത്യൻ കുഴൽപ്പൊരി. നിധിയുടെ വീഡിയോയും കഴിഞ്ഞു. താങ്ക് യു നിധി. താങ്ക് യു ഒന്നും എനിക്ക് വേണ്ട. ഒരു 4-5 പ്ലേറ്റ് കുഴൽപ്പൊരി തന്നേക്കൂ, എന്റെ ഫാമിലിയിലുള്ളവർക്ക് കൊടുക്കാനാ. തീർച്ചയായും മോളെ. ശോഭ നിധിക്ക് കുഴൽപ്പൊരി പാർസൽ കൊടുത്തു. പിന്നെ കുറച്ചു നേരം കൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സ് ഒക്കെ അവരുടെ കടയിലേക്ക് തിരിച്ചു വന്നു. ഒരു പ്ലേറ്റ് തരൂ ആന്റി. ഇപ്പൊ തരാ മോളെ. എനിക്കും ആന്റി. ശോഭയും മധുവും വളരെ സന്തോഷപ്പെട്ടു. ഇന്ന് അവരുടെ കുഴൽപ്പൊരി വിൽക്കാനും തുടങ്ങി. അടുത്ത ദിവസം അവർ കടയ്ക്ക് വയസ്സായവർ 2 പേരും വന്നിരുന്നു. അവര് രാവിലെ തന്നെ വന്നിട്ട് കടയിൽ നിന്ന് കുഴൽപ്പൊരി ഉണ്ടാക്കുമ്പോൾ തന്നെ, ആദ്യം എനിക്ക് തരൂ, ഞാൻ വളരെ ദൂരെ നിന്നാ വരുന്നത്. ശരി അമ്മേ. എനിക്കും തരൂ. നിധിയുടെ വൈറൽ വീഡിയോ എങ്ങനെയായെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളല്ലാതെ വയസ്സായവർക്കും കാണാനും തുടങ്ങി. അവർക്ക് പഴയ ഓർമ്മകളും വരാൻ തുടങ്ങി. പിന്നെന്താ, ചെറിയ കുട്ടികൾ തൊട്ട് വയസ്സായവരെ അവരെ കടയ്ക്ക് വാങ്ങാൻ വേണ്ടി വന്നിരുന്നു. ആ കുഴൽപ്പൊരിയുടെ രുചി മറക്കാൻ പറ്റാതെ അവർ വീണ്ടും വീണ്ടും കടയിലേക്ക് വന്നു. ശോഭ ആന്റിന്റെ കണ്ടിട്ട് കുറെ പേര് കുഴൽപ്പൊരി കടയും വെക്കാൻ തുടങ്ങി. ശോഭ ആന്റി വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം ഇനി മുതൽ അവർ വീട്ടിലിരിക്കാതെ ഇങ്ങനത്തെ ഒരു ജോലിയും ചെയ്യല്ലോ. കാരണം അവര് നാൾതോറും ഫുള്ളായിട്ട് കുഴൽപ്പൊരിയും വിൽക്കാൻ പറ്റുമല്ലോ.